പൊതുവെ വിളിക്കുന്നത് മേത്തന്മാരെന്ന് വിളിക്കാറുണ്ട്. അത് കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഹാലളക്കം ഉണ്ടാവാറുമുണ്ട്. ഞാൻ പറയുന്നു, ഒരു ഹാലളക്കവും വേണ്ട. ഒരു സ്ത്രീയെ നോക്കിയിട്ട് നീ മേത്തച്ചിയാണെന്ന് പറഞ്ഞാൽ അഭിമാനിക്ക്. ഖുർആനിന്റെ കണ്ടന്റാ നിനക്ക് അല്ലാഹു തന്നിരിക്കുന്നത്. അൻസുമുൽ അഅ്ലഊൻ, നീയാണ് മേൽത്തരക്കാരൻ, നീയാണ് മേൽത്തരക്കാരൻ, നീയാണ് മേൽത്തരക്കാരി എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന്റെ ആധിപത്യം നിന്റെ കയ്യിലാണ്. ഇത് കേൾക്കുമ്പോൾ ആർക്കും തോന്നണ്ട ഇന്ത്യ ഒരു മുസ്ലിം രാജ്യമാക്കാനുള്ള പ്രസംഗമാണെന്നൊന്നും. അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരാണ്. ഈ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾക്ക് അതിൻ്റെ എല്ലാം കൊണ്ടുവയ്ക്കുന്നത് പല ഇസ്ലാമിക കേന്ദ്രങ്ങളിലുമാണല്ലോ സർവ്വസാധാരണയായി നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയാണ്, അങ്ങനെ ആരും ചിന്തിക്കണ്ട. ആധിപത്യം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെല്ലാം എല്ലാം ആസ്വദിക്കാനും എല്ലാ നിലയിലുള്ള ഔന്നത്യവും അള്ളാഹു കൊടുത്തത് ഈ ഉമ്മത്ത് മുഹമ്മദിനാണ്. അതുകൊണ്ടാണ് ഒരു ഖിബില മാറ്റത്തിലൂടെ അള്ളാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും പ്രിയപ്പെട്ട സഹാബത്തിനും അള്ളാഹു ഭൂമിയിലെ ആധിപത്യം ബനു ഇസ്രായേലിൽ നിന്ന് പിടിച്ച് ഉമ്മത്ത് മുഹമ്മദിന് നൽകിയത്.